ഓം ശ്രീ ഗണേശായ നമഃ. ഓം നമോ നാരായണായ. ഓം ശം ശനീശ്വരായ നമഃ. അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി, മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി തുടങ്ങിയ 8 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അറിയാലോ, ശനിയാഴ്ചയാണ്. ഗ്രഹനിലകളുടെ ഒരു അപൂർവ വിന്യാസം നാളെ സംഭവിക്കുകയാണ്. ഇത് ഈ പറഞ്ഞ 8 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു പൊൻപുലരിയായിരിക്കും എന്നെനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങൾ, ഇവയ്ക്കെല്ലാം ഒരു അറുതി വരുന്ന ദിവസത്തിന്റെ തുടക്കമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ആ ഭാഗ്യവാന്മാർ? അവരുടെ ജീവിതത്തിലേക്ക് നാളെ സൗഭാഗ്യ ദേവത എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നതാണ് നമുക്കിന്ന് അറിയേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ 8 നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പിച്ചോളൂ, നാളെ മുതൽ നിങ്ങളുടെ ജീവിതവും മാറി മറിയാൻ പോവുകയാണ്. ഒരു ജ്യോതിഷ ഗണിതജ്ഞ എന്ന നിലയിൽ എനിക്കിത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഈ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ പേര്, നക്ഷത്രം ഇത് കമന്റ് ബോക്സിൽ നിങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയാൽ പൂജ ചെയ്യുമ്പോൾ, കാവിലമ്മയോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, അർച്ചനകൾ നടത്തുമ്പോൾ, നേർച്ച കാഴ്ചകൾ വെച്ച് അമ്മയെ ആവാഹിച്ചു പ്രാർത്ഥിക്കുന്ന വേളകളിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണ്ടുന്ന ചോദ്യങ്ങൾ അതിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയും അമ്മയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളൊന്ന് വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത്. പൊതുവെ പറയുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് തടസ്സങ്ങളുടെ ഒരു നീക്കം സാധിക്കുന്നുണ്ട്. അതായത് തടസ്സങ്ങൾ നീങ്ങിയ ഒരു അവസ്ഥ കാണുവാൻ വ്യക്തമായി കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിലുള്ള ഒരു തടസ്സമുണ്ട്, അതൊക്കെ മാറും. എന്തിനും ഏതിനും തടസ്സം അനുഭവിച്ചിരുന്നവരാണല്ലോ. അപ്പോൾ എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാവിധ അംഗീകാരങ്ങളും വർദ്ധിച്ചു കിട്ടേണ്ട സമയം. അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രമായിട്ട് അങ്ങോട്ട് നോക്കാം. ആദ്യം നമുക്ക് അവിട്ടം നക്ഷത്രത്തെ തന്നെ എടുക്കാം. അപ്പോൾ അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനമുള്ള ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നക്ഷത്രമാണ് അവിട്ടം. അവിട്ടം തവിട്ടീരം തേടും എന്ന് പറയാറുണ്ട്. അതായത് എവിടെ വീണാലും അവർ കാൽപ്പണവും കൊണ്ട് എഴുന്നേറ്റ് വരികയുള്ളൂ. നാളത്തെ ദിവസം ശനിയാഴ്ച അവിട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഒരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനമായി നാളുകളായി തിരികെ ലഭിക്കാതിരുന്ന ധനമൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില വലിയ ഓഫറുകളൊക്കെ വന്നു ചേരാൻ നാളത്തെ ദിവസം ഭാഗ്യമൊരുക്കുന്നുണ്ട്. പുതിയ ലാഭകരമായ കരാറുകളിൽ ഒപ്പുവെക്കുക ചെയ്യാവുന്നതാണ്. അതൊന്നും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരു രീതിയിലും ബാധകമാകുന്നില്ല, ദോഷം ചെയ്യുന്നില്ല. ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേ ചിട്ടികളിലോ നിക്ഷേപിക്കുന്നവർക്കും അതിൽ നിന്ന് ഒരു നേട്ടം കാണാനായി നാളത്തെ ദിവസം സാധിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം, ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനവാകാം, അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റമാകാം. ഇതിനുള്ള അനുകൂലമായ ഉത്തരവുകൾ നാളെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഠിനാധ്വാനം മേലുദ്യോഗസ്ഥന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണല്ലോ. നമ്മൾ ഇരുളോളമില്ലാതെ അധ്വാനിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളുടെ മേലുദ്യോഗസ്ഥരുടെ കണ്ണിൽ കൂടി പെടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. പ്രശസ്തിയൊക്കെ ലഭിക്കുവാൻ അവരുടെ ഒരു നിങ്ങൾ നല്ല കാര്യം ചെയ്തു എന്നൊരു അംഗീകാരം നമുക്ക് ലഭിച്ചേ മതി. അത് ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. പങ്കാളിയുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സ്നേഹം വർദ്ധിക്കും. പുതിയൊരു വാഹനം വാങ്ങാനോ ഭൂമി വാങ്ങാനോ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നാളെ അത് ശുഭകരമായ ഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ പരിഹാരം കൂടി അങ്ങോട്ട് ചെയ്താട്ടെ. അതായത് നാളെ ശനിയാഴ്ച ആയതിനാൽ അവിട്ട നക്ഷത്രക്കാരായ നിങ്ങൾ വീടിനടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെയേറെ ഉചിതമായിരിക്കും. ഇനി അടുത്തത് രാഹുവിന്റെ നക്ഷത്രമായ ചതയമാണ്. 100 വൈദ്യന്മാരുടെ ശക്തിയുള്ള നക്ഷത്രം എന്നാണ് ചതയത്തെ പറയുന്നത്. അത്രത്തോളം പ്രബലമായ ശക്തരായ നക്ഷത്രക്കാരാണ് ചതയം. മാനസികമായി വലിയൊരു ആശ്വാസം ലഭിക്കും നാളത്തെ ദിവസം. കഴിഞ്ഞ കുറച്ചു നാളുകളായി എന്തൊക്കെയോ മാനസിക സംഘർഷങ്ങളും അകാരണമായ ഭയം മനസ്സിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. പുറത്തൊന്നും ആരോട് പറയാതെ മനസ്സിൽ ഭയമായിട്ട് നടക്കുന്നവരുണ്ട്. ആണുങ്ങളാണെങ്കിൽ അയ്യോ ഞാനാണല്ലേ, എനിക്ക് ഭയം ഉണ്ടെങ്കിൽ അത് പുറത്തു പറഞ്ഞ നാണക്കേടല്ലേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പല ഭയങ്ങൾ മനസ്സിലുള്ളതൊക്കെ സ്വയമേ ഒഴിഞ്ഞു പോകും. നാളെ അതിനൊക്കെ ചില പരിഹാരങ്ങൾ ഉണ്ടാകും. പണത്തെ ഓർത്തുള്ള ഭയവും ഉണ്ട്, അതും പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരം നാളെ ഉണ്ടാകും. മനസ്സ് തെളിഞ്ഞ ഒരു ശാന്തമായ ആകാശം പോലെയാകും. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും ഒരു സാധ്യത കുറവ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മാറും.
ഈ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് വിദേശ ജോലിയെ പറ്റിയൊന്നും വിഷമിക്കേണ്ട കാര്യം കാണുന്നില്ല. വിസ സംബന്ധമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും. പുതിയ തൊഴിലവസരങ്ങൾ വിദേശത്ത് തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും നല്ല പുരോഗതി കാണുന്നുണ്ട്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ രീതിയുടെ പുതിയ ഒരു മാറ്റമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൽ നിന്നൊരു മാറ്റമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. പറഞ്ഞത് ശരിയാണെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യരിൽ നിന്ന് ഒരു ശമനം ഉണ്ടാകുന്നതാണ് രോഗത്തിന്. രഹസ്യ ശത്രുക്കളുടെ ഉപദ്രവം അല്പം ഉണ്ടായിരുന്നു, അതൊക്കെ കുറയുന്നതാണ്. നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞിരുന്നു, സത്യം മനസ്സിലാക്കിയതിനു ശേഷം ആ അപവാദം കേട്ട് നിങ്ങളെ കുത്താൻ കൂടെ നിന്നവർ പോലും നിങ്ങളുടെ അടുത്തേക്ക് മാപ്പ് പറയാൻ വരുന്ന അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണാനായി സാധിക്കുന്നത്. ഗവേഷണ രംഗത്തോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാരംഗത്തോ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പുതിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനും അതിന് അംഗീകാരം ലഭിക്കാനും ഭാഗ്യം കാണുന്നുണ്ട്. ചതയം നക്ഷത്രത്തിനുള്ള പരിഹാരം കൂടി പറഞ്ഞു തരാം. അതായത് നാളെ നാഗപ്രീതിയാണ്, നാഗക്ഷേത്ര ദർശനം നടത്തുക. അടുത്തുള്ള സർപ്പക്കാവിൽ ദർശനത്തിന് പോയാൽ മതി, അവിടെ ദർശനം നടത്തുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ഒരു കൂവളമാല കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്റെ കൂട്ടരെ, നിങ്ങളോട് വളരെ വിനീതമായി വളരെ എന്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, വെറുതെ ഇരുന്നാൽ ഒന്നും നമ്മളെ തേടിയെത്തില്ല. നമ്മൾ കർമ്മം ചെയ്യണം. അതോടൊപ്പം ഈശ്വര പ്രീതി വരുത്തിയാൽ മാത്രമേ ഈ സംസാര സാഗരം കടന്ന് നമുക്ക് അപ്പുറത്ത് മറുകര താണ്ടാൻ പറ്റുകയുള്ളൂ. ഇനി എത്രയൊക്കെ കേവനാണ് കേമിയാണ് എന്ന് പറഞ്ഞാലും. ഇനി അടുത്തത് ഉത്രട്ടാതിയാണ് നക്ഷത്രം. ശനിദേവന്റെ സ്വന്തം നക്ഷത്രമാണ് ഇവിടെ ഉത്രട്ടാതി. അപ്പോൾ നാളെ ശനിയാഴ്ച കൂടിയാകുന്നത് കൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇരട്ടി ഗുണം ശനിദേവൻ കൊടുക്കുക. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ അല്പം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറില്ലേ, അത് തന്നെ ഇവിടെ ക്ഷമയ്ക്കും സഹനത്തിനും ഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഒരു സ്ഥിരത കൈവരിക്കാൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറ്റമോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ തീരുമാനത്തിൽ കൊണ്ടുവരാൻ നാളെ കഴിയും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായ ഫലമുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നാളെ സ്ഥിരമായ ഒരു വരുമാന മാർഗം തുറന്നു കിട്ടും. കൂടാതെ സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള അംഗീകാരം ധനമായിട്ടായാലും നിങ്ങൾക്ക് കിട്ടിയാൽ ഉത്തരവാദിത്തങ്ങൾ എത്ര വർദ്ധിച്ചാലും നിങ്ങൾക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കോളേജിലോ അല്ലെങ്കിൽ കോഴ്സിലോ ഒക്കെ പ്രവേശിക്കുവാനുള്ള സാധ്യതയും പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്താനും മുതിർന്നവരുടെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ടാകാനും അവരുടെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാനും ഒക്കെ നാളത്തെ ദിവസം കാരണമാകുന്നു. നാളെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തി ഒരു ഭാഗ്യസൂക്ത അർച്ചന കൂടി നടത്തുക. സർവ്വ ഐശ്വര്യമാണ് ഫലമായി കാണാനായി സാധിച്ചിരിക്കുന്നത്. അടുത്തത് രേവതിയാണ് നക്ഷത്രം. രാശിചക്രത്തിന്റെ അവസാന നക്ഷത്രമാണ്. ബുധന്റെ നക്ഷത്രം കൂടിയാണിത്. നാളെ രേവതി നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ വിജയം വന്നു ചേരും. ആശയവിനിമയ പാഠവും വർദ്ധിക്കും. ബിസിനസ് ചർച്ചകളിലും അതേപോലെ നാളെ ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ തിളങ്ങാൻ നിങ്ങൾക്ക് കഴിയും. വാക്കുകൾക്ക് മറ്റുള്ളവർ വില നൽകും. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം തേടി വരികയും ചെയ്യും. യാത്രകൾ അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യും. വലിയ സാമ്പത്തിക നേട്ടം നാളത്തെ ദിവസം കാണുന്നുണ്ട്. കടബാധ്യതകൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അത് തീർക്കാൻ പുതിയ ചില വഴികൾ നാളത്തെ ദിവസം തുറന്നു കിട്ടും. പുതിയ ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പാസ്സായി കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അതുകൂടി നടന്നു കിട്ടും. അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. പങ്കാളിയോടൊപ്പം ചേർന്ന് ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നല്ല ബെസ്റ്റ് ടൈം തന്നെയാണ്. കുട്ടികളുടെ നേട്ടങ്ങൾ ഓർത്ത് അഭിമാനിക്കാനായി മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നാളെ ഏവര് നക്ഷത്രക്കാരായി നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വെണ്ണയും കദളിപ്പഴവും നിവേദിക്കേണ്ടത് വളരെ ഗുണകരമായ ഫലങ്ങളെ നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് പിതൃക്കളുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ടുള്ള മകം നക്ഷത്രമാണ്. രാജകീയ പ്രൗഢിയുള്ള നക്ഷത്രം എന്നാണ് മകത്തിനെ പൊതുവെ പറയുന്നത്. നാളെ പൂർവ്വ പുണ്യം കൊണ്ട് പല കാര്യങ്ങളും ദ്രുതഗതിയിൽ, അതായത് വേഗത്തിൽ തന്നെ നടക്കും. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നാളെ അതിന് ചില അനുകൂലമായ രീതിയിൽ ഒത്തുതീർപ്പാകാൻ സാധ്യത കൂടുതലാണ്. പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വലിയ അഭിവൃദ്ധിയാണ്. പാരമ്പര്യമായി അപ്പനപ്പൂപ്പനമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അതേപോലെ ചെയ്തുകൊണ്ടിരുന്ന അടുത്ത തലമുറയുണ്ടല്ലോ, അപ്പോൾ അവർക്കും
നിങ്ങൾക്ക് ഈ തലമുറയിലുള്ള ആളുകൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങൾ, പദവികൾ ഇതൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. സഹപ്രവർത്തകർ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും, എന്നാൽ അഹങ്കാരം വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ വേണം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ 10 പേര് കേൾക്കുന്നു എന്ന ചിന്ത വരുമ്പോൾ അവരെ ഒന്ന് അടിച്ചമർത്താം എന്നൊരു ചിന്ത ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും. ആ ഒരു ലെവലിലേക്ക് ഒന്നും പോകാതിരിക്കുക. ആരോഗ്യപരമായിട്ടൊന്ന് നോക്കുമ്പോൾ ഉദര സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതോർത്ത് ടെൻഷൻ വേണ്ട. ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശനി ഞായറാഴ്ചയൊക്കെ പുറത്തു പോകാൻ തീരുമാനിക്കുന്നവരുണ്ടാകുമ്പോൾ ഭക്ഷണം വയറിന് പിടിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ കഴിക്കാതിരിക്കുക, ആര് നിർബന്ധിച്ചാലും. നമ്മള് ഒരു പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഒരു ഗണപതി ഹോമം നടത്തുക. കൂടെ ഭഗവാൻ ഒരു കറുകമാല കൂടി സമർപ്പിച്ചാൽ മതി, വിഘ്നങ്ങളൊക്കെ മാറും. നാളെ ഏതെങ്കിലും യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ വയറിന് വിഷമം വരും എന്നോർത്തുള്ള വിഷമം ഒന്നും വേണ്ട. രാവിലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ സമർപ്പിച്ചു പോയാൽ ആരും ഒന്നിനെയും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. ഇനി 6ാമത്തെ നക്ഷത്രം പൂരമാണ്. ശുക്രന്റെ നക്ഷത്രമാണ്. സൗന്ദര്യത്തിന്റെയും കലയുടെയും പ്രണയത്തിന്റെയും നക്ഷത്രം കൂടിയാണ് പൂരം. അപ്പോൾ നാളെ പൂരം നക്ഷത്രക്കാർക്ക് ആസ്വാദികരമായ ഒരു ദിവസമാണ്. സാമ്പത്തികമായി നല്ല ദിവസമാണ്. കയ്യിൽ ധാരാളം പണമൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ വസ്ത്രം അല്ലെങ്കിൽ ആഭരണം, വീട്ടുപകരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങാനും, ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവരോടും പറയുകയല്ല, നാളെ അനുകൂലമായ ദിവസമാണ്. ലോട്ടറി അടിക്കും. ചെറിയ സമ്മാനങ്ങളൊക്കെ ലോട്ടറിയിൽ നിന്ന്, അതായത് ധനമായി ലഭിക്കാൻ സാധ്യതയും ഭാഗ്യവും കൂടുതലാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സിനിമ, സംഗീതം, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലയിലൊക്കെ ഉള്ളവർക്കും നാളെ വലിയ അവസരങ്ങൾ തേടിയെത്തുകയും നിങ്ങളുടെ കഴിവുകൾ ലോകം അംഗീകരിക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് നാളെ വളരെ പ്രത്യേകത നിറഞ്ഞൊരു ദിവസം കൂടിയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഭർത്താവിൽ നിന്ന് സ്നേഹവും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ പ്രണയം സുനിശ്ചിതമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് കൂടി മുന്നോട്ട് ആ പ്രണയത്തെ ഒരു വിവാഹ ബന്ധത്തിൽ കൊണ്ടുവരാനായി സാധിക്കുന്നതാണ്. ഇനി പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം പ്രണയം തുറന്നു പറയുന്നതിന് അനുകൂലമാണ്. നാളെ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക. ദേവി സ്വരൂപമായി എവിടെ ഉള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തിയാൽ തന്നെ മതിയാകും. ഭദ്രകാളി ദേവിയോ അല്ലെങ്കിൽ ദുർഗാദേവി, അങ്ങനെ ഏത് ദേവി ക്ഷേത്രമായാലും നാളെ ശനിയാഴ്ചയായെങ്കിലും ശുക്രന്റെ പ്രീതിക്കായി നിങ്ങൾ ദേവി ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തേണ്ടത് നാളത്തെ ദിവസം വളരെ ഗുണം ചെയ്യും. കൂടാതെ വെള്ളിയാഴ്ചകളിൽ ഒരു വെള്ളിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉത്തമമായിരിക്കും, ഭാവിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതിന്. അടുത്തത് സൂര്യന്റെ നക്ഷത്രമായ ഉത്രമാണ്. ആത്മവിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് ഉത്രം നക്ഷത്രം. നാളെ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉറപ്പായിട്ടുള്ള ദിവസമാണ്. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ നാളെ നീങ്ങാനായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ നാളത്തെ ദിവസം ഫലമാകുന്നതാണ്. ലൈസൻസ്, പെർമിറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ചില കടകൾ തുടങ്ങുന്നതിന് പെർമിറ്റ് വേണം, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടാതെ വലയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈസൻസിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ശുഭവാർത്ത കേൾക്കാൻ സാധിക്കും. കോടതി കേസ്, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാളെ വിധി അനുകൂലമാകുന്നതാണ്. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ അടിയറവ് പറയപ്പെടുന്ന ദിവസം കൂടിയാണ്. ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ധാരാളം വർദ്ധിക്കും. പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ ഉള്ള ബന്ധം വീണ്ടും കൂടുതൽ മെച്ചപ്പെടുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ, പ്രത്യേകിച്ച് നേത്ര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര്, കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ആശ്വാസം വന്നു ചേരുന്ന ദിവസമാണ്. എങ്കിൽ പോലും അമിതമായി ചൂട് അടിക്കാതിരിക്കുക. പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴൊക്കെ കണ്ണും കൊണ്ട് ചെന്ന് ഒരുപാട് ചൂടൊക്കെ അടിക്കാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം വല്ലും കൈയും മുഖമൊക്കെ ഒന്ന് കഴുകിയതിനു ശേഷം നമ്മൾ സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ശേഷം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് നേരെ പോയി ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിയാൽ വളരെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. എഴുതി വെച്ചോളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി 100 മേനി നിങ്ങൾക്ക് മികവുണ്ടാകും. എഴുതി വെച്ചോളൂ. നാളത്തെ ദിവസം പൂർണ്ണമായി കഴിയുമ്പോൾ എന്ത് ഫലമാണ് ഉണ്ടായത് എന്നത് കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇനി അവസാനമായി വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയാണ്. അതായത് ജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും നക്ഷത്രം എന്ന് പറയും പൂരുരുട്ടാതി. ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെയധികം കഴിവ് ജന്മനാ തന്നെ ഉള്ളവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാര്. മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന ഒരു ദിവസമാണ് നാളെ. ക്ഷേത്ര ദർശനങ്ങൾക്കോ തീർത്ഥ യാത്രകൾക്കോ ഒക്കെ പോകാൻ നാളെ അനുകൂലമായിരിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹവും ധാരാളമുള്ള സമയമായതിനാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം ഉണ്ടാകും.
അധ്യാപകർ, പ്രൊഫസർ, ഉപദേശകർ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നാളെ വളരെ ഗുണകരമായ ദിവസമാണ്. അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടുതൽ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മിതത്വം പാലിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നാളെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഇവിടെ രണ്ടിൽ ഏതായാലും മതി ദർശനം നടത്തി ഒരു തുളസി മാല കൂടി ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവിടെ നമ്മൾ ഈ 8 നക്ഷത്രക്കാരെ കുറിച്ചാണ് നാളത്തെ ഫലങ്ങൾ വിശദമായി പരിശോധിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ ഒരു സാധാരണ ദിവസമല്ല എന്നത് മനസ്സിലാക്കുക. ശനിദേവന്റെ അനുഗ്രഹം വർഷിക്കുന്ന ഗ്രഹനിലകൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സുദിനമാണ് നാളെ. അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക. ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ്. ഇത് നിനക്കായി ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അന്നലെ കാണിച്ച വഴിയിലൂടെ കയറണോ കയറണ്ടായോ എന്ന് തീരുമാനിക്കാൻ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നാളെ വെറുതെ ഇരിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കാനായിട്ടാണ് നാളെ ശ്രമിക്കേണ്ടത്. കർമ്മമില്ലാതെ ഫലം മാത്രം പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈശ്വരാധീനം ധാരാളമായി ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തികൾക്ക് പോലും വലിയ ഇമ്പാക്ട് അല്ലെങ്കിൽ വലിയ ഫലം വന്നു ചേരും. നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായ കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് വൈകുന്നേരം വീടിന്റെ പൂമുഖത്തോ അതല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലോ എള്ളെണ്ണ ഒഴിച്ച് 2 തിരിയിട്ട് ഒരു ദീപം തെളിയിക്കാൻ കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും. ഓം ശം ശനീശ്വരായ നമഃ എന്ന ആ ഒരു ശനീശ്വരന്റെ മന്ത്രം കൂടി ഒന്ന് മനസ്സിൽ ജപിച്ച് ധ്യാനിച്ച് ശനിദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റി തരണേ, ഐശ്വര്യം വരാൻ സഹായിക്കണേ എന്ന് ശനിദേവനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാളെ മുതൽ ഐശ്വര്യത്തിന്റെയും അതിലുപരി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പുതിയ നാളുകൾ തുടങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്രവും പേരും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ കൂടി രേഖപ്പെടുത്തുമ്പോൾ കാവിലമ്മയോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ കാര്യങ്ങൾ പറഞ്ഞുകൂടി ഞാൻ പ്രാർത്ഥനയെ ഉൾപ്പെടുത്താം. നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഇരട്ടി ഫലം നമ്മളിലേക്ക് വന്നു ചേരും എന്നതാണ് നിയമം. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമല്ല മറ്റൊരാൾ കൂടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഇരട്ടി ഫലമായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനുണ്ട്. ഞങ്ങളെപ്പോലെ ഒരുപാട് ജ്യോതിഷികളുണ്ട്. നിങ്ങൾ ഒന്നിനെയും ഒട്ടും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. സന്തോഷമായിരിക്കുക.